ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. വളരെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. കുറച്ച് നേരം വൈകിപ്പോയി, എന്നാലും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് നടന്നു നോക്കിയാലോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നാടൻ പശുക്കൾ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടാക്കുക ചെയ്യുക. വിട്ടാക്കിയിട്ട് വൈകുന്നേരം ഒന്ന് ആട്ടി തൊളിച്ച് അവരെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകും. നല്ല ഔഷധ ഗുണമുള്ള പാല് തരുന്ന പശുക്കളാണ്. നാടൻ വെച്ചൂര് പോലെയുള്ള വെച്ചൂര് തന്നെയാണോന്നും എനിക്കറിയില്ല. ഇതുപോലെയുള്ള പശുക്കളൊക്കെ കുറേ കെട്ടഴിഞ്ഞ് പണ്ട് പോയിട്ട് ഇവിടെ ഒരു കുന്ന് ചുറ്റിനും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ട് അതിൽ കുറേ പശുക്കൾ അവിടെ ഒറ്റപ്പെട്ടു പോയി. അതിപ്പോൾ കാട്ട് പശുക്കളായിട്ട് അവിടെ ഒരുപാട് വസിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അവരങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല, കുറച്ച് പ്രശ്നക്കാരായിട്ടാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. ചില ദിവസങ്ങളിൽ ഇവിടെ വളരെ നല്ല ഒരു വ്യൂ കിട്ടാറുണ്ട്. എന്ത് രസം നോക്കിയേ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഓരോ ദിവസം ഓരോരോ രീതിയിലുണ്ടാകുക. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല, കുറേ സമയമായിരിക്കും. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് താഴെ ആ ഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്, താഴെ സൈഡിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. നല്ല അന്തരീക്ഷമാണ്, നല്ല കാലാവസ്ഥയാണ്. അവിടെ കാണുന്ന ആ ലൈറ്റ് കാണുന്നതൊക്കെ മീൻകൂടുകളാണ്. എന്താ വെച്ചാൽ ഇതിൽ മീനുകളെ വളർത്തുന്നുണ്ട്. അക്വേറിയമാണ്. അക്വേറിയത്തിൽ നമുക്ക് വേണ്ട മത്സ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കതിന് ജീവനോടെ പിടിച്ചുകൊണ്ട് തരും. നേരെ ഇരുട്ടി തുടങ്ങി. എന്തായാലും എല്ലാവരും സൺസെറ്റ് കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ കണ്ട് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ആളുകളൊക്കെ കുറച്ച് കുറവായിരുന്നു. സൺസെറ്റ് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും കൂടി പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോയിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ല വീഡിയോയുമായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.